ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ യേശു മധ്യാകാശേ വരുമ്പോൾ കാഹളധ്വനി ഞാൻ കേട്ടിടുമ്പോൾ എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. എന്റെ പ്രിയന്റെ സ്വരം കേട്ടിടുമ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഞാൻ ഉയർത്തിയിടുമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ തിരുവചന ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതകാലത്ത് അവസാനം ചെയ്ത പ്രസംഗങ്ങളാണ്. 14, 15, 16 വാക്യം. അതിലെ അവസാനത്തെ വാക്യം നമുക്ക് വായിക്കാം. 16-33. നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിലെ ജീവിതത്തോടെ കഷ്ടങ്ങൾ തീരുന്ന ഒരു ജീവിതമാണോ, അതോ ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ കഷ്ടങ്ങൾ തുടങ്ങുന്ന ഒരു ജീവിതമാണോ? ഏതാണ് നമുക്ക് വേണ്ടത് എന്ന് നാം തീരുമാനിക്കണം. ആത്മീയ രംഗത്തേക്ക് കടന്നു വരുമ്പോഴാണ് ഇങ്ങനെയൊരു വിലയേറിയ തീരുമാനമെടുക്കേണ്ട ആവശ്യം നമുക്ക് വരിക. ഈ ഭൂമിയിലെ ജീവിതകാലത്ത് കഷ്ടങ്ങൾ ഒഴിവായി കഷ്ടങ്ങളില്ലാതെ ജീവിക്കുകയും അത് കഴിയുമ്പോൾ കഷ്ടങ്ങൾ നിറപടിയായിട്ട് ആരംഭിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതാണ് നമുക്ക് വേണ്ടത്? ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണം നടക്കുമ്പോൾ ആ ക്രൂശിൻ്റെ 2 വശത്തും 2 കള്ളന്മാരെ യേശുവിനെ പോലെ തന്നെ ക്രൂശിച്ചിരുന്നു. അതിൽ 2 പേരും ഒരുപോലെ പാപം ചെയ്തവരായിരുന്നു. അതിലൊരാൾ, വലത്തെ ഭാഗത്തെ കള്ളൻ എന്ന് പറയും, ദുഷ്പ്രവൃത്തിക്കാരൻ, അവൻ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കുകയും അവൻ്റെ ആത്മാവ് മരണത്തിന് മുമ്പ് ജീവനിലേക്ക് വരികയും ചെയ്തു, ജീവൻ പ്രാപിച്ചു. അവൻ പറുദീസായിലേക്ക് പ്രവേശിച്ചു എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവൻ സമാധാന ദേശത്തേക്ക് പ്രവേശിച്ചു. മരണം കഴിഞ്ഞ് അവൻ സമാധാനമുള്ള ദേശത്തേക്ക് പ്രവേശിച്ചു. പുതിയ നിയമത്തിലെ ഒരു സംഭവമാണ് നമ്മുടെ വിവരിച്ചത്. ഇതിന് സമാനമായ ഒരു സംഭവം പഴയ നിയമത്തിലും നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകം, ആ പുസ്തകത്തിൽ ഇതുപോലൊരു മനുഷ്യൻ തൻ്റെ മരണത്തിന് തൊട്ട് മുമ്പ് ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ മരണത്തിന് തൊട്ട് മുമ്പ് അവൻ്റെ ജീവിതം ജീവനിലേക്ക് പ്രവേശിച്ചതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ശിംശോൻ യഹോവയോട് പ്രാർത്ഥിച്ചു, കർത്താവായ യഹോവേ, എന്നെ ഓർക്കണമേ. ദൈവമേ, ഞാൻ എൻ്റെ 2 കണ്ണിനും വേണ്ടി ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ക്രൂശുമരണ സമയത്ത്
ആ കള്ളൻ മരിച്ചതിനേക്കാൾ സാധ്യത കുറവായിരുന്നു ശിംശോൻ തന്നെ മരണസമയത്ത് അതുപോലൊരു അനുഭവത്തിലേക്ക് വരിക എന്നുള്ളത്. കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ, അവൻ പാപം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൻ പാപത്തിൽ ജീവിച്ചവനാണ്. പക്ഷേ അവൻ്റെ ആദ്യത്തെ ചാൻസിൽ, എന്നുവെച്ചാൽ അവന് ആത്മാവിലേക്ക് വരാനുള്ള ഒരു വലിയ ഭാഗ്യം, ഫസ്റ്റ് ചാൻസിൽ അവൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ശിംശോൻ അങ്ങനെയല്ല. ശിംശോൻ അഭിഷിക്തനായിരുന്നു, ദൈവത്തിൻ്റെ അഭിഷിക്തനായിരുന്നു, മനഃപൂർവ്വം പാപം ചെയ്തവനായിരുന്നു. പക്ഷേ അവൻ ലാസ്റ്റ് ചാൻസിൽ രക്ഷിക്കപ്പെട്ടു. എന്നുവെച്ചാൽ അവൻ്റെ തുടർന്നു വന്ന ജീവിതത്തിലോടുകൂടി തീരേണ്ടതായിരുന്നു. പക്ഷേ ആ അവസാന നിമിഷത്തിൽ അവൻ രക്ഷിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും രക്ഷ അർഹിക്കുന്നവരായിരുന്നില്ല. സ്വന്തം ആത്മാവിനെ കരുതി ജീവിച്ചവരായിരുന്നില്ല. പക്ഷേ രണ്ടുപേർക്കും അവരർഹിക്കാത്തതായ ഒരു മരണശേഷമുള്ള ജീവിതം ദൈവം അവർക്ക് കൊടുത്തു. അവർ രണ്ടുപേരും ഈ ഭൂമിയിൽ അവർക്ക് ലഭിച്ച ജീവിതകാലം അന്യാധീനപ്പെടുത്തി വഷളാക്കി കളഞ്ഞെങ്കിലും മരണസമയത്തുള്ളതായ അവരുടെ മുട്ടിപ്പായ പ്രാർത്ഥനയും കർത്താവായ യേശുവിൻ്റെ വിലയേറിയ രക്തം ആ കള്ളന് ഒരു പ്രതീക്ഷ കൊടുത്തതുപോലെ തന്നെ ശിംശോനും ഒരു വലിയ അനുഭവം കിട്ടി. ശിംശോന് ലഭിച്ചത് എന്താണെന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. അവൻ്റെ ആ ബലഹീന നിമിഷം, മരണസമയമാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബലഹീന നിമിഷം. ആ നിമിഷത്തിൽ ശക്തി ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ആ നിമിഷത്തിലാണ് നമുക്ക് എല്ലാ ശക്തിയും നഷ്ടപ്പെടുന്ന സമയം, മനുഷ്യൻ്റെ സ്വതവേയുള്ള എല്ലാ കഴിവും നഷ്ടപ്പെടുന്ന സമയം. ആ സമയത്ത് ആ ശിംശോന് ശക്തി ലഭിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടുപേർക്കും ലഭിച്ചത് പാപബോധം കൊണ്ട് തകർന്നതായ ഒരു ഹൃദയം രണ്ടുപേർക്കും ലഭിച്ചു. രണ്ടുപേർക്കും ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. വലത്തുഭാഗത്തെ കള്ളന് വിശ്വാസമെന്ന ആ അക്ഷയ നിധി കൂടെ ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ രക്ഷിതാവാണെന്നും അവൻ വരുവാനുള്ള വീണ്ടെടുപ്പുകാരൻ മിശിഹായാണെന്നും അവൻ വീണ്ടും വരുമെന്നുള്ളതായ വിശ്വാസമെന്ന ആ വലിയ സമ്പത്ത് ലഭിച്ചു. രണ്ടുപേർക്കും പാപബോധം ലഭിച്ചു. വലത്തുഭാഗത്തെ കള്ളന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അവൻ പർദീസായിലേക്ക് പ്രവേശിച്ചു. ശിംശോനും വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ പേരുള്ളവരായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ഭാഗ്യമരണം നമുക്ക് ചിന്തിച്ചാൽ ഒറ്റ വാക്കിൽ പറയാം, രണ്ടുപേർക്കും ഒരു ഭാഗ്യമരണം ലഭിച്ചു. എന്താണ് ഭാഗ്യമരണമെന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, അനേക ഭക്തന്മാരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് ഭാഗ്യമരണം. എന്താണ് വാസ്തവത്തിൽ ഭാഗ്യമരണം എന്ന് നാം ചിന്തിച്ചാൽ നമുക്ക് ഒന്നാമതായി ചിന്തിക്കുവാൻ കഴിയും, ഭാഗ്യമരണം എന്ന് പറഞ്ഞാൽ നാം മരിച്ചു കഴിഞ്ഞാലും ദൈവം നമ്മളെ ഓർക്കും. നാം മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ ഓർക്കും. അവരുടെ ജീവിതകാലത്ത് അവർ ഓർക്കും. പ്രിയപ്പെട്ടവർ, എന്നാൽ ഭാഗ്യമരണം എന്ന് പറഞ്ഞാൽ നാം മരിച്ചു കഴിഞ്ഞാലും ജീവനുള്ള ദൈവം നമ്മളെ ഓർത്തിരിക്കുമെന്നുള്ളതാണ് ഭാഗ്യമരണമെന്ന് പറഞ്ഞാൽ. നാം ദിവസവും പഠിച്ചാൽ നമുക്കങ്ങനെ ധ്യാനിക്കാനായിട്ട് സാധിക്കും. വലത്തെ ഭാഗത്തെ കള്ളനോട് യേശു പറഞ്ഞു, നീ എന്നോടുകൂടെ പർദീസായിലുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. മരണശേഷവും നിത്യനായ ദൈവം അവനെ ഓർക്കുന്നു. ശിംശോൻ മരിച്ചതിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് എബ്രായ ലേഖനം എഴുതുന്നത്. പക്ഷേ അപ്പോഴും പരിശുദ്ധാത്മാവ് ആ ശിംശോൻ്റെ പേര് ഓർത്തു വച്ചിരുന്നു. അവിടെ എഴുതി രേഖപ്പെടുത്തി, ശിംശോനും ശക്തി പ്രാപിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, മരണശേഷം നമ്മളെ ദൈവം ഓർക്കുന്ന ഒരു അനുഭവം ഉണ്ടോ? മരണശേഷം ഈ ലോകത്തിലെ പല മനുഷ്യരും നമുക്കറിയാം, പ്രശസ്തരായ ആളുകൾ മരിക്കുമ്പോൾ കുറേ കാലത്തേക്ക് അതിൻ്റെ ഓർമ്മയെല്ലാം ഉണ്ടാകും. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മളെ ഓർക്കുമോ? ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതകാലം കഴിയുമ്പോൾ ദൈവം അവനെ ഓർത്തിരിക്കുമോ?
ദൈവന് ഓർത്തിരിക്കേണ്ടതായ എന്തെങ്കിലും ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതാണ് ഭാഗ്യമരണം എന്ന് പറഞ്ഞാൽ. നാം ജീവിതത്തിൻ്റെ അവസാനം ഒരു ഭാഗ്യമരണമാണ് പ്രാപിക്കുന്നതെങ്കിൽ നാം മരിച്ചു കഴിഞ്ഞാലും നിത്യനായ ദൈവം നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ അർഹതയില്ലാത്തൊരു പദവിയാണത്. അതൊന്നും മനുഷ്യനെ അർഹിക്കുന്നതല്ല. വിദ്യാഭ്യാസം കൊണ്ടോ ഏതെങ്കിലും ഒരു പള്ളിയിലെ അംഗത്വം കൊണ്ടോ ദൈവത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്കോ ഒന്നും നമ്മൾ അർഹിക്കുന്നതല്ല അത്. പക്ഷേ വാസ്തവത്തിൽ അർഹിക്കാത്ത ഒരു നന്മയാണ് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ മരണശേഷവും ദൈവം നമ്മളെ ഓർത്തിരിക്കും. ഒരു രോഗസൗഖ്യം നമ്മൾ അർഹിക്കുന്നുണ്ടോ? എല്ലാ രോഗത്തിനും പ്രിയപ്പെട്ടവരെ സൗഖ്യം നമ്മൾ അർഹിക്കുന്നില്ല. നമ്മൾ ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് വാസ്തവത്തിലൊരു അർഹതയോ യോഗ്യതയാണോ? അല്ല, അത് ദൈവം തരുന്നതാണ്. ബുദ്ധിയുള്ള ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഏത് നന്മയും ഒന്നും നമ്മൾ അർഹതപ്പെട്ടതല്ല, എല്ലാം ദൈവം നമുക്ക് തരുന്നതാണ്. വാസ്തവത്തിൽ മനുഷ്യരായ നമുക്ക് മരണസമയത്തുള്ളതായ ഒരു സമാധാനമുള്ള മരണം മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി നാം ജീവിക്കുന്ന കാലത്ത് നേടിയെടുക്കേണ്ടതായ വലിയൊരു സൗഭാഗ്യമാണ് ജ്ഞാനിയായ ശലോമോൻ പറയുന്നത്. എന്താണത്? ഒരു ജിതമാനസം. 16 സാദൃശ്യവാക്യം, പ്രോവർബ്സ് 16-ാം അധ്യായം 32-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മരണശേഷം ശലോമോൻ രാജാവിന് ലഭിക്കാതെ പോയതും ശലോമോൻ എഴുതി വെച്ചതുമായ ഒരു വലിയ സത്യമാണ് മരണത്തിന് മുമ്പ് നാം പ്രാപിച്ചെടുക്കേണ്ടതായ അഥവാ ആഗ്രഹിക്കേണ്ടതും വാഞ്ചിക്കേണ്ടതുമായ ഒരു വലിയ ആത്മീയ സൗഭാഗ്യമാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. ജിതമാനസൻ. ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവരിലും ശ്രേഷ്ഠൻ. യുദ്ധം ചെയ്ത് ജയിക്കുന്നതിനേക്കാൾ ശക്തനാണ് ആരാണ്? ദീർഘമായി ക്ഷമിക്കാൻ കഴിവുള്ള. ആയുധമെടിച്ച് പോരാടി ഒരു യുദ്ധം ജയിക്കുന്നതിനേക്കാൾ മനുഷ്യന് കഴിവും അതിനുള്ളതായ ഹൃദയത്തിൽ ആ ജയിക്കാനുള്ള മനസ്സുമുള്ളവന് മാത്രമേ ദീർഘക്ഷമയോടുകൂടെ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ ഭാഗം എന്താണ് സോളമൻ പറയുന്നത്? ജിതമാനസൻ പട്ടണം പിടിക്കുന്നവരിലും ശ്രേഷ്ഠൻ. ജിതമാനസൻ എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നേടിയെടുക്കണം ഒരു ജയാളിയുടെ മനസ്സ്. ജിതമാനസൻ, ഇന്ദ്രിയ നിയന്ത്രണമുള്ള ഒരു മനുഷ്യൻ പട്ടണം പിടിക്കുന്നവനേക്കാൾ ശ്രേഷ്ഠനാണ്. സോളമൻ പട്ടണങ്ങൾ പിടിച്ചിട്ടുണ്ട്, രാജാവാണ്. പക്ഷേ സോളമന് ഹൃദയത്തിൽ ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം സോളമൻ എത്രയോ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ പ്രിയപ്പെട്ടവരെ അവന് പട്ടണം പിടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് സോളമൻ രാജാവിനുണ്ടായിരുന്നില്ല. അതാണ് സോളമൻ എഴുതി വച്ചിരിക്കുന്നത്. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിവ് കിട്ടിയില്ല, പക്ഷേ അത് നല്ലതാണെന്നാണ് എഴുതി വെച്ചത്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ആത്മീയ അർത്ഥമാണ് വാസ്തവത്തിൽ. കാരണം മനുഷ്യൻ അവൻ്റെ മനസ്സിങ്ങനെ മതിലില്ലാതെ തുറന്നു കിടക്കുന്നൊരു പട്ടണം പോലെയാണ്. സാധാരണ മനുഷ്യരുടെ മനസ്സൊക്കെ നമുക്കറിയാം ഒരു മാനസാന്തരത്തിലൂടെ വന്ന് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതുവരെയും നമ്മുടെ മനുഷ്യ ഹൃദയം എന്ന് പറയുന്നത് ഒരു തുറന്നു കിടക്കുന്ന പട്ടണം പോലെയാണ്. അതിന് മതിലില്ലാതെ തുറന്നു കിടക്കുന്ന പട്ടണം പോലെയാണ്. എല്ലാത്തരം കാട്ടുജാതികൾക്കും കയറാം. എന്ന് വെച്ചാൽ ഏത് ചിന്തകൾക്കും, ഏത് അധമ ചിന്തകൾക്കും, അധമ വികാരങ്ങൾക്കും, വൈരാഗ്യത്തിനും, പിശാചിനും, സെക്ഷൽ അബ്യൂസിനും, ഇന്നും വേണ്ട ലഹരിക്കും, എല്ലാത്തിനും വേണ്ടി തുറന്നു കിടക്കുന്നതായ ഒരു മനസ്സാണ് സ്വതവേ മനുഷ്യനുള്ളത്. അതിനെ നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുക. സോളമൻ പിന്നീടൊരു കാര്യം പറയുന്നുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 17-ഉം 18-ഉം വാക്യത്തിൽ സോളമൻ തൻ്റെ വേറൊരു പരാജയത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്തായിരുന്നു ജയം? താൻ തോറ്റത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. അതാണ് സഭാപ്രസംഗി 9-ാം അധ്യായം 17-18 വാക്യം നമുക്ക് വായിക്കാം. മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനിയുടെ വചനങ്ങൾ നല്ലത്. പ്രിയപ്പെട്ടവരെ, സോളമൻ അനുഭവിച്ച സത്യമാണ്. ഷൗട്ട് ചെയ്യുക അതൊരു വിഡ്ഢിയാണ്. മൂഢൻ. ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തേക്കാൾ. പ്രിയപ്പെട്ടവരെ, ഭരിക്കുന്നവനാണ്, രാജാവാണ്, പക്ഷേ അട്ടഹസിക്കുന്നവനാണ്. ഹീസ് എ ഫൂൾ. അവൻ രാജാവാണെങ്കിലും ഷൗട്ട് ഓഫ് എ കിങ് ഓഫ് ഫൂൾ.
അവൻ വിഡ്ഢിയായ ഒരു രാജാവാണ്, അട്ടഹസിക്കുന്ന ഒരു രാജാവ്, കോപിക്കുന്ന ഒരു രാജാവ്. പ്രിയപ്പെട്ടവരെ, രാജാവല്ല, ഏത് ഭരണാധികാരിയാണെങ്കിലും, വീട്ടിലെ അപ്പനാണെങ്കിലും ഭർത്താവാണെങ്കിലും അട്ടഹസിക്കുന്നവനാണെങ്കിൽ ഹീസ് എ ഫൂൾ. അത് വിഡ്ഢിത്തരമാണ് വാസ്തവത്തിൽ. കാരണം പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ എത്രയോ നല്ലതാണ് സാവകാശത്തിൽ സംസാരിക്കാൻ കഴിയുക. നമുക്ക് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. അതൊക്കെ മരണക്കിടക്കയിൽ ഓർത്തിരിക്കേണ്ട വാക്യങ്ങളാണിതൊക്കെ. മരണക്കിടക്കയിൽ ഏറ്റുപറയേണ്ടി വരുന്ന പാപങ്ങളാണിതൊക്കെ. അന്ന് ശ്രദ്ധിച്ച് കേൾക്കുന്ന നല്ലതാണ്. എന്താണ്? മൂഢന്മാരെ ഭരിക്കുന്നവൻ്റെ അട്ടഹാസത്തേക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനിയുടെ വചനങ്ങൾ നല്ലത്. പ്രിയപ്പെട്ടവരെ, മരണക്കിടക്കയിൽ പറയേണ്ടി വരും, കർത്താവേ, ഞാൻ അട്ടഹസിച്ചു പോയി. മരണക്കിടക്കയിൽ ജ്ഞാനത്തോടെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ജ്ഞാനത്തോടെ സൗമ്യമായി എനിക്ക് സംസാരിക്കാമായിരുന്നു. പക്ഷേ ഞാൻ മൂഢനെ പോലെ അട്ടഹസിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, ഈ ജിതമാനസൻ, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ഭക്തിയോണ്ട് നാം നേടിയെടുക്കേണ്ടതായ കാര്യങ്ങളാണ്. ഒരു കൺട്രോൾഡ് മൈൻഡ്, നിയന്ത്രിക്കുക. നമ്മുടെ ജഡവികാരങ്ങളെ, ജഡ ഇച്ഛകളെയെല്ലാം നിയന്ത്രിക്കുവാനായിട്ട് സാധിക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയാൽ നമുക്ക് ലഭിക്കുന്നതാണ് ഈ ജയമൊക്കെ. ഇതൊക്കെയാണ് ജീവിതകാലത്ത് നാം നേടിയെടുക്കേണ്ടതായ ജയം എന്നൊക്കെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതിനെല്ലാം ഒരു ആഗ്രഹം വേണം. നാം ചിന്തിച്ചു വന്നത് സന്തോഷം, മരിക്കുന്ന മരണശേഷമുള്ളതായ ദുഃഖമാണോ അതോ മരണത്തിന് ശേഷമുള്ളതായ സന്തോഷമാണോ, ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം പറഞ്ഞത്. കാരണം മരണസമയത്ത് നമ്മളെ നേരിടുന്നതായ ഒരു വിഷയമായിരിക്കും അത്. ഞാൻ അട്ടഹസിച്ച് സംസാരിച്ചു, ഞാൻ കോപിച്ച് സംസാരിച്ചു, ഭവനത്തിൽ ഞാൻ കോപിച്ചു, എന്ത് നേടി? ഒന്നും നേടിയില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് ഒരു ശരിയായ സുബോധം വരും. എനിക്ക് കുറച്ചുകൂടെ സാവകാശത്തോടെ സംസാരിക്കാമായിരുന്നു, കുറച്ചുകൂടെ വെളിവോടെ, കുറച്ചുകൂടെ സൗമ്യതയോടെ എനിക്ക് എൻ്റെ വീട്ടുകാരോട് ഇടപെടാമായിരുന്നു എന്നുള്ളതായ ഒരു തിരിച്ചറിവ് വരും ആ സമയത്ത്. ദൈവമക്കളെ, അതുകൊണ്ട് നമ്മുടെ ജീവിതകാലത്ത് നാം ഒരു ഭാഗ്യമരണത്തിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. എന്താണ് വാസ്തവത്തിൽ ഭാഗ്യമരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് വേദപുസ്തകത്തിലൊരു വാക്യം വായിച്ചാൽ അത് മനസ്സിലാവും. ഒരു വേദഭാഗം വായിച്ചാൽ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23-25 വാക്യം നമുക്ക് വായിക്കാം. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു, പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഏതാണ് നീ തിരഞ്ഞെടുത്തത്? അബ്രഹാം പിതാവ് ധനവാനോട് പറയുകയായിരുന്നു, ലാസറിനും നിനക്കും ഒരേപോലുള്ള അവസരമാണ് ലഭിച്ചത്. നിനക്ക് ലഭിച്ച അതേ അവസരം ലാസറിന് ലഭിച്ചു, ലാസറിന് ലഭിച്ച അതേ അവസരം നിനക്ക് ലഭിച്ചു. മരണശേഷം സന്തോഷമുള്ളൊരു ജീവിതം വേണമോ അതോ മരണം വരെ സന്തോഷമുള്ളൊരു ജീവിതം വേണമോ, ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതായ അവസരം നിങ്ങൾക്ക് രണ്ടുപേർക്ക് ലഭിച്ചു. ലാസർ ഒരു തീരുമാനമെടുത്തു. അവൻ എന്ത് തീരുമാനമെടുത്തത്? മരണശേഷമുള്ള ജീവിതം സന്തോഷമായിരിക്കണം എന്നൊരു തീരുമാനം അവനെടുത്തു. മകനെ എന്ന് തന്നെയാണ് വിളിച്ചത് ധനവാനെയും. പ്രിയപ്പെട്ടവരെ, മകനെ എന്ന് തന്നെയാണ് വിളിച്ചത്. മകനെ, നീ എടുത്ത തീരുമാനം എന്തായിരുന്നു? മരണശേഷമുള്ള കാര്യം നീ ചിന്തിച്ചില്ല. മരണത്തിന് മുമ്പുള്ള ജീവിതകാലത്ത് നീ പരമാവധി രസിക്കണം, പരമാവധി സുഖിക്കണം, പരമാവധി സന്തോഷിക്കണം. പ്രിയപ്പെട്ടവരെ, മകനെ, നീ അതാണ് തിരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, നരകത്തിലെത്തിയ മനുഷ്യനെയും അബ്രഹാം പിതാവ് അസഭ്യ വാക്ക് പറയുകയോ കോപിച്ച് അവനോടല്ല ചെയ്തത്. അവനോട് സൗമ്യതയോടെ സംസാരിച്ചു. നിന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. നീ ഭൂമിയിൽ ജീവിച്ച കാലത്ത് നിനക്കും ദരിദ്രനായ ലാസറിനും ഒരേ അവസരമാണ് ലഭിച്ചത്. പക്ഷേ നിന്റെ തിരഞ്ഞെടുപ്പ് നീ തെറ്റിപ്പോയി. നീ അബ്രഹാമിൻ്റെ മകനെന്നുള്ള പദവി മതിയെന്ന് വെച്ചു. നിനക്ക് മറ്റൊന്ന് ലഭിക്കാമായിരുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവമക്കൾ എന്നറിയപ്പെടാനുള്ള ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, അബ്രാഹാമിൻ്റെ മകൻ, അബ്രാഹാം പിതാവ് അവനെ മകനെ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അക്കാലത്ത് വിശ്വാസികളെന്നറിയപ്പെടുന്നവർക്ക് അതിലും വലിയൊരു പദവി അവർ ആലോചിക്കുന്നില്ല. അബ്രാഹാമിൻ്റെ മകൻ എന്നറിയപ്പെടണം. പക്ഷേ ലാസർ അതിലുപരിയായിട്ട് ദൈവത്തിൻ്റെ മകൻ, കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളൊന്ന് ആലോചിക്കുന്ന നല്ലതാണ്. നാം ഏത് തിരഞ്ഞെടുപ്പാണ് നടത്തിയത് നമ്മുടെ ജീവിതകാലത്ത്? യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു ദൈവവിധലായി ജീവിക്കാനുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടോ? അതാണ് ഭാഗ്യവാനായി മരിക്കുക എന്ന് പറഞ്ഞാൽ ആ ശരിയായ തിരഞ്ഞെടുപ്പ്. എന്താണ് വാസ്തവത്തിൽ ഈ ദരിദ്രനായ ലാസർ ചെയ്തതും ധനവാൻ ചെയ്യാതെ പോയതുമായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അത് എളുപ്പത്തിൽ ഞാൻ മനസ്സിലാക്കി തരാം. യെശയ്യാ പ്രവചനം 65-ാം അധ്യായം 20-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, യെശയ്യാ 65-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, കാരണം വചനം കേട്ടപ്പോൾ അവൻ തീരുമാനമെടുത്തില്ല. നമുക്കറിയാമല്ലോ, ധനവാനായ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയോ മാനസാന്തരത്തിന് ഇടപെടുക്കുകയോ ചെയ്തില്ല. അവൻ്റെ പാപം മുഴുവനും അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു. അവൻ ജീവിതകാലത്ത് ചെയ്ത പാപം മുഴുവനും അതിൻ്റെ കണക്കുമായിട്ടാണ്, അതിൻ്റെ ചുമടുമായിട്ടാണ് അവൻ ഈ ലോകം വിട്ട് കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, പാപം ഒരിക്കലും ഇല്ലാതായി പോകുന്നില്ല. നാം 100 വയസ്സ് വരെ ജീവിച്ചാലും നമ്മുടെ പാപം പ്രായം കൊണ്ട് ഇല്ലാതായി പോകില്ല. 65 യെശയ്യാ 65 20-ാമത്തെ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ആയുസ്സ് തികയാത്ത വൃദ്ധനും അവിടെ ഇനി ഉണ്ടാകുകയില്ല. ബാലൻ 100 വയസ്സ് പ്രായമുള്ളവനായി മരിക്കും. പാപിയോ 100 വയസ്സുള്ളവനായിരുന്നാലും ശപിക്കപ്പെട്ടവനെന്നേ വരൂ. പ്രിയപ്പെട്ടവരെ, പാപി 100 വയസ്സ് വരെ ജീവിച്ചാലും, ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ, ഞാൻ 90-ാമത്തെ വയസ്സിലാണ് മരിക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ 20-ാമത്തെ വയസ്സിൽ ഒരു സെക്ഷുവൽ സിൻ ചെയ്തു. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ മരിക്കുന്നത് 100-ാമത്തെ വയസ്സിലായാലും ശരി, ഈ പാപം അതിൻ്റെ ഫലം അന്ന് ഞാൻ കൊടുക്കേണ്ടി വരും, അതിൻ്റെ വില ഞാൻ കൊടുക്കേണ്ടി വരും. 30-ാമത്തെ വയസ്സിൽ ഞാനൊരു പണത്തിൻ്റെ വഞ്ചന ചെയ്തു. ഞാൻ മരിക്കുന്നത് 100-ാമത്തെ വയസ്സിലായാലും ശരി, ഞാൻ അതിൻ്റെ വില, അതിൻ്റെ ശിക്ഷ എൻ്റെ ആത്മാവ് അനുഭവിക്കേണ്ടതായിട്ട് വരും. 50-ാമത്തെ വയസ്സിൽ, പ്രിയപ്പെട്ടവരെ, എനിക്കൊരാളോട് വൈരാഗ്യം വന്നു, അയാളെ ഞാൻ ഉപദ്രവിച്ചു. അതിൻ്റെ വിലയും 100-ാമത്തെ വയസ്സിൽ ഞാൻ കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം പാപം മരിച്ചു പോവില്ല, പാപത്തിന് മരണമില്ല. പ്രിയപ്പെട്ടവരെ, അതിന് പിന്നെ എന്താണുള്ളത്? അതിന് പരിഹാരം വരുത്തിയിരിക്കണം. ധനവാനായ മനുഷ്യൻ അവൻ്റെ പാപം മുഴുവനും, ജീവിതകാലം മുഴുവനുള്ള പാപം, അത് മരണം കഴിഞ്ഞപ്പോഴും അവൻ തന്നെ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവേ എന്ന് അവൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. കാരണം അവൻ്റെ പാപം അവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. അവൻ ജീവിതത്തിൽ ഒരു കാലത്തും ഒരു സമർപ്പണം എടുത്തിട്ടില്ല. അവൻ ജീവിതത്തിൽ, ലാസറോ മരിച്ച് ശരിയായൊരു സമർപ്പണമുള്ളവനായിരുന്നു. ലാസർ സമർപ്പണമെടുത്തതായി നാം വായിക്കുന്നില്ല വേദപുസ്തകത്തിൽ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ലാസർ ഒരു സമർപ്പണം എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴോ, ജീവിതത്തിൽ എന്നോ എവിടെ വെച്ചോ ഒരു സമർപ്പണം ലാസർ എടുത്തിട്ടുണ്ടായിരുന്നു. രോഗം വന്നാലും കഷ്ടം വന്നാലും എല്ലാവരും വെറുത്താലും ഞാൻ ദൈവത്തെ കുറ്റം പറയില്ല, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകില്ല. എനിക്ക് ദാരിദ്ര്യം വന്നാലും രോഗം വന്നാലും കഷ്ടം വന്നാലും ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയില്ല എന്നുള്ളതായ ഒരു വ്യക്തമായ സമർപ്പണം ലാസറിനുണ്ടായിരുന്നു. ആ സമർപ്പണത്തിൻ്റെ ഫലമായി തന്നെ അവൻ്റെ മരണം കഴിഞ്ഞപ്പോൾ ദൈവത്തോട് അവന് പ്രിയമുണ്ടായിരുന്നു, ദൈവത്തിന് അവനോടും പ്രിയമുണ്ടായിരുന്നു. മരണശേഷം ജീവനുള്ള ദൈവം ലാസറിനെ ഓർത്തു. പ്രിയപ്പെട്ടവരെ, അതാണ് ഭാഗ്യമരണം എന്ന് പറയുന്നത്. ലാസറിൻ്റെ ദുഃഖം, അവൻ്റെ കഷ്ടപ്പാട് മരണത്തോടുകൂടെ അവസാനിച്ചു. പിന്നീട് അവൻ സമാധാനത്തിലേക്ക് പ്രവേശിച്ചു. ധനവാന്റെ സുഖം, സന്തോഷം മരണത്തോടുകൂടെ അവസാനിച്ചു. പിന്നീടവൻ കഠിനമായ വേദനയിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, ഏത് ജീവിതമാണ് നമുക്ക് വേണ്ടത്? മനസ്സാന്തരപ്പെട്ട വിശ്വാസി,
മനസാന്തരപ്പെട്ട ഒരു വിശ്വാസി. അവൻ മരണം കഴിയുമ്പോൾ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ഒരു മണവാട്ടിയെ പോലെയാണ്. മരണം കഴിയുമ്പോൾ നാം നമ്മുടെ മരണം ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലത്ത് രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് രക്ഷിക്കപ്പെട്ട് മനസ്സാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഒരു വിശുദ്ധ ദൈവം നയിക്കുന്ന ഒരു വ്യക്തി മരണം കഴിയുമ്പോൾ വിവാഹനാളിൽ മണിയറയിലേക്ക് പ്രവേശിക്കുന്ന ഒരു മണവാട്ടിയുടെ മനസ്സുള്ളവനായിരിക്കും, ഉറപ്പുള്ളവനായിരിക്കും, സന്തോഷമുള്ളവനായിരിക്കും, സമാധാനമുള്ളതായിരിക്കും. മണവാളൻ്റെ കരവാലയത്തിലേക്ക് ചെല്ലുന്നതിൻ്റെ സന്തോഷമായിരിക്കും ആ വ്യക്തിയുടെ മരണസമയത്ത് അവൻ ഓർക്കുവാൻ കഴിയുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വ്യക്തമായൊരു തീരുമാനമെടുത്തിട്ടുണ്ടോ? നിങ്ങൾ വ്യക്തമായൊരു സമർപ്പണം എടുത്തിട്ടുണ്ടോ? മരണം കഴിഞ്ഞുള്ളതായ അതിവേദനയുള്ള ജീവിതം വേണമോ? അതോ മരണത്തിന് മുമ്പ് കഷ്ടം വന്നാലും മരണം കഴിയുമ്പോൾ എനിക്ക് വേദനയില്ലാത്ത ഒരു സമാധാന ജീവിതമാണ് വേണ്ടത്? വ്യക്തമായ തീരുമാനം നിങ്ങൾ എടുത്തിട്ടുണ്ടോ? അതിനാണ് രക്ഷിക്കപ്പെടുക. ആ വലിയ ഭാഗ്യമാണ് കർത്താവായ യേശുവിൻ്റെ കുരിശുമരണം വഴി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യത്തിലേക്ക് നാം പ്രവേശിക്കണം. അത് നാം ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശുവിനെ നാം വിളിക്കണം. ക്രിസ്തു ഹൃദയത്തിലേക്ക് വരാൻ വേണ്ടി നാം ആഗ്രഹിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അരുമനാഥനായ യേശു, ദുഃഖം മാറ്റി സന്തോഷം തരുന്നവനായ യേശു, ഈ ഭൂമിയിൽ കാണുന്ന ദുഃഖം മാറ്റി സമാധാനദേശത്തേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നവനായ യേശു ഇപ്പോൾ നമ്മുടെ അരികത്തുണ്ട്. അവനാണ് നമ്മളോട് ഈ ആത്മാവിൻ്റെ മർമ്മങ്ങൾ പറഞ്ഞു തരുന്നത്. ഈ സമാധാനത്തിൻ്റെ വഴി അവനാണ് നമുക്ക് പൊരുൾ തിരിച്ചു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ കാലം വരെ എങ്ങനെ നടന്നവരായാലും ശരി, ഇപ്പോൾ ഒരു തീരുമാനമെടുക്കൂ. ഇപ്പോൾ സമർപ്പണത്തിലേക്ക് കടന്നു വരൂ. ഇത് നിങ്ങൾക്ക് നിത്യമായ വേദന മാറ്റിത്തരും, നിത്യമായ ആ കരച്ചിൽ ഒഴിവാക്കിത്തരും, നരകയാതന ഒഴിവാക്കിത്തരും. പ്രിയപ്പെട്ടവരെ, ഹൃദയം കൊണ്ട് യേശുവിനെ വിശ്വസിക്കുക, ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുക. കഷ്ടം വന്നാലും ദുഃഖം വന്നാലും രോഗം വന്നാലും എന്തു വന്നാലും ഞാൻ യേശുവിനെ വിട്ടു പോകുകയില്ല. ഞാൻ യേശുവിലേക്ക് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു. കർത്താവായ യേശുവേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ ഞാൻ പിരിഞ്ഞു മാറുകയില്ല എന്നുള്ള വ്യക്തമായി തീരുമാനമെടുക്കുക. പ്രിയപ്പെട്ടവരെ, അവൻ ഭാവി തരുന്നവനാണ്, അവൻ സമാധാനം തരുന്നവനാണ്, അവൻ ആശ്വാസം തരുന്നവനാണ്, അവൻ ജിതമാനസനാക്കുന്നവനാണ്, അവൻ മനസ്സിന് ജയം തരുന്നവനാണ്. പാപത്തോട് അറപ്പും വെറുപ്പും മാത്രമല്ല, പാപം കൂടാതെ അട്ടഹസിക്കാതെ ശാന്തമായി സൗമ്യമായി ആത്മാവിൽ സംസാരിക്കുവാനും സ്നേഹത്തോടെ ഇടപെടുവാനും കൃപ തരുന്നവനാണ് ഈ കർത്താവായ യേശു. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ആ ജിതമാനസം പ്രാപിക്കാം, ജയമുള്ള ഒരു മനസ്സ് പ്രാപിക്കാം. നമുക്ക് ജീവനുള്ള ദൈവം നമ്മളെ മരണം കഴിയുമ്പോഴും ഓർക്കുന്ന ഒരു സൗഭാഗ്യ ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിക്കാൻ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഇത്ര സൗഭാഗ്യകരമായ ജീവിതം ഞങ്ങളെ കാത്തിരിക്കുന്നതോർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഒരു മണവറയിലേക്ക് പ്രവേശിക്കുന്ന മണവാട്ടിയെപ്പോലെ മരണം കഴിയുമ്പോൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ മനസ്സും കർത്താവേ, ഞങ്ങളുടെ ആത്മാവിനും ഒരുക്കം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ. ആമീൻ.